Hi. Hey, how are you? I'm good. Yourself? Good, thanks. Lane 9, please. Thank you. Lane 9? Green card on the dash, please. Okay. Line 9, right? Yep, it's Okay. on your receipt there. Perfect. Thank you. Have a good day. You too. Hoping 1, 1, 2, 3, 4, 5, 6, 7, 2, 9. 7 കൂടെ തന്നെ കേട്ടോ കൊണ്ട് 8 till 9. എവിടെ ഉണ്ടോ ഇവിടെ നമുക്ക് എല്ലാ വണ്ടിക്കാരും ചോട്ടില്ല ഇങ്ങോട്ട് പോകുന്ന കളിക്കറിയില്ല. ഒരു ഭയങ്കര റൈഡ്. നമ്മൾ സൺടെക്കിലേക്ക് പോകുന്നു. നോർത്തേൺ ഔട്ട്ലാൻഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു യാത്ര പോവുകയാണ്. വാങ്കൂവറിൽ നിന്നും നനൈമോയിൽ നിന്ന് ടൊഫിനോയിലേക്കുമാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പം ഞങ്ങൾ എല്ലാവരും ഒരു 10 പേരുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും കൂടെ ഫെറി റൈഡ് എടുത്ത് കാറിൽ നമ്മൾ ഒരു ഐലൻഡ് എൻജോയ് ചെയ്യാനായിട്ടുള്ള യാത്രയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മൾ പസഫിക് ഓഷ്യൻ കടന്നാണ് നമ്മൾ ഈ യാത്ര പോകുന്നത്. ക്യൂൻ ഓഫ് ഓക്ക് ബേ എന്ന് പറയുന്ന ഒരു ഫെറിയിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നല്ല കാറ്റുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് നല്ല ഓളം വെട്ടുന്നത് കാണാം. ഫെറിയുടെ മുമ്പിൽ പോകുമ്പോൾ നമ്മൾ പറന്നു പോകുന്ന രീതിയിലുള്ള കാറ്റാണ്. അതുപോലെ തന്നെ ഈ യാത്രയിൽ നമുക്ക് ഷാർക്കുകളെയും അതേപോലെ ഡോൾഫിൻസ് മറയുന്നതും എല്ലാം കാണാൻ പറ്റുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ളത് നമ്മുടെ യാത്രയിൽ കണ്ടു നോക്കാം. അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ മിന്നി മറയുന്നതായിട്ട് പലരും കണ്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ക്ലിയറായിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഇത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു യാത്രയാണ്. വാങ്കൂവറിൽ വരുന്നവരെല്ലാവരും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു മസ്റ്റ് ഫെറി റൈഡാണിത്. പോകുന്ന വഴിയിൽ നമുക്ക് കപ്പലുകളും ചെറിയ ചെറിയ ബോട്ടുകളും എല്ലാം കണ്ട് ആസ്വദിച്ച് നല്ല രസകരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഫെറി റൈഡാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള സ്ഥലം ഏതായിരുന്നത്? കൂംസ് എന്ന് പറയുന്ന നനൈമോയിലുള്ള ഒരു സ്ഥലത്താണ് എത്തിയേക്കുന്നത്. മാർക്കറ്റാണ്. നല്ല രസകരമായ കുറേ സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അപ്പോൾ അതിൻ്റെ വിഷ്വൽസിലേക്ക് നമുക്ക് പോവാം.
കല്ലിൽ കുത്തി ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിമകളാട്ടോ നമ്മൾ ഈ കാണുന്നതെല്ലാം. ആ ശില്പിയുടെ ഒരു കഴിവാണ് നമ്മൾ ആ കാണുന്നത്. അതുപോലെ തന്നെ ഒരു പഴയ ബിൽഡിങ് നമ്മളവിടെ കണ്ടു, എക്സ്പ്രസോ ബാർ എന്ന് പറഞ്ഞുകൊണ്ട്. അത് അതേപോലെ തന്നെ പഴയ രീതിയിൽ തന്നെ നിലനിർത്തിയിരിക്കുന്നതാണ്. അത് കണ്ടുകൊണ്ട് നിന്നപ്പോഴാണ് ജോബിൻ പറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ശില്പങ്ങൾ വേറെയുണ്ട്, മരത്തിൽ കൊത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ നിന്നപ്പോഴാണ് നമ്മൾ ഒരു ഡോണറ്റ് ഷോപ്പ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അത് കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. നല്ല രസകരമായിട്ടുള്ള പൂക്കളാൽ മനോഹരിതമായ ഒരു ഡോണറ്റ് ഷോപ്പ്. ആ ഡോണറ്റ് ഷോപ്പിൻ്റെ മേളിലെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ആടുകളാണ്. ബിൽഡിങ്ങിൻ്റെ മേളിൽ ആടുകൾ മേയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ അങ്ങനെ ആ വരാന്തയിൽ കൂടെ നടന്ന് ഡോണറ്റ് ഷോപ്പിൽ നിന്ന് നല്ല ക്രിസ്പി ഡോണറ്റ്സും വാങ്ങി ആടുകളെല്ലാം കണ്ട് ആസ്വദിച്ച് അവിടെ ഒരു ചെറിയ ഷോപ്പിംഗ് മാളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്നു. ചെറുതും വലുതുമായ ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് നിറഞ്ഞ ഒരു സ്ഥലമാണ് ഈ നനൈമോ. ഐലൻഡിൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് എക്സൈറ്റഡ് ആയിട്ടാണ് നിയ ഇരിക്കുന്നത്. ഞങ്ങളെപ്പോലെ തന്നെ ഇതെല്ലാം കണ്ട് ആസ്വദിക്കുന്ന തിരക്കിലാണ് നിയയും. ഇതിങ്ങനെ നടന്ന് നമ്മൾ കാട്ടിൽ കൂടെ നടക്കുമ്പോൾ ഒരുപാട് പഴക്കമുള്ള മരങ്ങൾ, 200-150 വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളും പഴയ തരത്തിലുള്ള ബിൽഡിങ്ങുകളും എല്ലാം നമ്മൾക്ക് ഈ നനൈമോ, വിക്ടോറിയ ഐലൻഡുകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളൊരു ചെറിയ ട്രയൽ എടുത്ത് താഴേക്ക് ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട്, അവിടെ താഴെ ഒരു അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കാണാൻ വേണ്ടിയുള്ള യാത്രയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അപ്പർ ഫോൾസും ഉണ്ട്, ലോവർ ഫോൾസും ഉണ്ട്. നമ്മൾക്ക് സമയം കുറവായതുകൊണ്ട് നമ്മൾ ലോവർ ഫോൾസ് മാത്രം കണ്ടിട്ട് തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോവർ ഫോൾസ് ആണ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടം. താഴെ കുളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ ആളുകൾക്ക് ഇപ്പോൾ തണുപ്പായതുകൊണ്ട് അധികം ആൾക്കാരെ നമ്മളവിടെ കണ്ടില്ല. പക്ഷെ അവിടെ എഴുതി വച്ചിരിക്കുന്നത് സ്വിമ്മിങ് അലൗഡഡ് ആണെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും ഈ വീഡിയോയിൽ. അപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മൾ നമ്മുടെ യാത്ര തുടരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങളും കണ്ട് നമ്മളുടെ ടൊഫിനോ ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വളവുകളും തിരിവുകളുമുള്ള ഒരു വഴിയാട്ടോ ഈ ടൊഫിനോയിലേക്ക്, നനൈമോന്ന്. അപ്പോൾ പ്രകൃതിയും അതുപോലെ തന്നെ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് മഴ, വേറൊരു സ്ഥലത്ത് വെയിൽ. കാട്ടിൽ കൂടെ നല്ല രസകരമായിട്ടുള്ളൊരു യാത്രയാണ് നമ്മൾ ഈ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, പല സ്ഥലത്തും നല്ല പച്ചപ്പും ഇതെല്ലാം നിറഞ്ഞൊരു സ്ഥലമാണ് നനൈമോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മലയുടെ മുകളിൽ നല്ല രീതിയിലുള്ള മഞ്ഞും, ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നല്ല വെയിലും, അങ്ങനെ പല വെതർ, നമുക്ക് സഡനായിട്ടുള്ള വെതർ ചേഞ്ചസ് എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ ഐലൻഡ്.
ഇന്നങ്ങനെ ഹെലികോപ്റ്റർ ട്രിപ്പാണ് എടുക്കാൻ പോണത്. നമ്മൾ ടൊഫിനോന്ന് പറക്കാൻ പോവുകയാണ്. നമ്മുടെ പുറകിൽ കിടക്കുന്ന ഹെലികോപ്റ്ററും അത് കൂടാണ്ട് ഇവിടെ 2-3 ഹെലികോപ്റ്ററുകൾ നിങ്ങൾ കിടക്കണുണ്ടോ? ഇതിൻ്റെ അകത്ത് നോക്കിയാൽ ഇപ്പോൾ ഇവരുടെ ഈ ഹെലികോപ്റ്റർ നമുക്ക് വേണ്ടി പുറത്തേക്ക് എടുത്തിട്ട് നമ്മളിനി ഹെലികോപ്റ്ററിൽ കറങ്ങാനുള്ള പരിപാടിയാണ്. ഇതൊരു മസ്റ്റ് ട്രൈ ഹെലികോപ്റ്റർ റൈഡാട്ടോ നനൈമോയിലുള്ളത്. അപ്പോൾ ഇതൊരു 5 പേരുടെ 5 പാസഞ്ചർ ഹെലികോപ്റ്ററാണ്. 3 പേർക്ക് ബാക്കിലും 2 പേര് ഫ്രണ്ടിലും. അപ്പോൾ നമ്മുടെ പൈലറ്റിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൈലറ്റ് ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതാണ് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസും അതിൻ്റെ എമർജൻസി എക്സിറ്റിനെ കുറിച്ചും ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ അരവിന്ദും റോസും മനും റോഹിനും കൂടെയാണ് ആദ്യത്തെ ട്രിപ്പിൽ പോകുന്നത്. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അപ്പോൾ എൻജോയ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ആൾക്കാർ പോയി വന്നിട്ടുണ്ട് ബാക്കിൽ. അപ്പോൾ അടുത്തതായിട്ട് ഞങ്ങൾ ഇതിലും വലിയൊരു ഹെലികോപ്റ്ററിലാണ് പോകാൻ പോകുന്നത്. നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് നോക്കി കണ്ടറിയാം. വെയിൽ വാച്ചിങ്ങിന് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം കേട്ടോ ഈ ടൊഫിനോ. അപ്പോൾ നമ്മളിപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നത് വെയിൽസിനെയാണ്. ആ ബബിള് പോലെ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നത് വെയിലുകളാണ്. 1, 2, 3 വെയിൽസിനെ നമ്മളവിടെ സ്പോട്ട് ചെയ്തു. പക്ഷെ നമുക്ക് അത്രയും അടുത്തേക്ക് താഴേക്ക് പോയി കാണാൻ പറ്റില്ല. അതുമാത്രമല്ല ഒരു ചെറിയ വിസിബിലിറ്റിയേ നമുക്കുള്ളൂ. ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ബീച്ചിൻ്റെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ മൗണ്ടെയ്ൻസിൻ്റെ മേളിൽ കൂടെയും കാടുകളുടെ മേളിൽ കൂടെയും പുള്ളി ഇങ്ങനെ നമ്മളെ ഫ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് നമുക്ക് നല്ലൊരു അനുഭവമാണ് നമുക്ക് ആ ഹെലികോപ്റ്റർ റൈഡിൽ കിട്ടുന്നത്.
അപ്പോൾ നമ്മുടെ പൈലറ്റ് രാവിലത്തെ ട്രിപ്പിൽ പുള്ളി പറഞ്ഞു കരടിയുടെ സൈറ്റിങ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഞങ്ങൾ ആ ഏരിയയിൽ കൊണ്ടുപോയപ്പോഴാണ് ദേ കരടി നിൽക്കുന്നു അവിടെ. കറുത്തൊരു കരടി, അത് വെള്ളം ചെറിയൊരു അരുവിയുടെ സൈഡിൽ വന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ കാറ്റടിച്ചപ്പോൾ പുള്ളി പതുക്കെ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. ഒരു അടിപൊളി കാഴ്ചയായിരുന്നു. അപ്പോൾ ഒരു മസ്റ്റ് ട്രൈ ആണ് ഈ ഹെലികോപ്റ്റർ ട്രിപ്പ്. അപ്പോൾ ഈ യാത്രയുടെ അവസാന ഡെസ്റ്റിനേഷനായ ലൈറ്റ് ഹൗസും കണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ തിരിച്ച് നമുക്ക് രാത്രി 10 മണിക്കാണ് ഫെറി. താങ്ക്സ് ഫോർ വാച്ചിങ്.